അപ്പോൾ നമ്മൾ ഇനി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ UDF നേതൃയോഗം അവസാനിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. എന്താണ് ഈ UDF നേതൃയോഗത്തിൽ നിന്നുള്ള വിവരങ്ങൾ? സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ ഏപ്രിൽ മാസത്തിൽ UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കൺവീനർ MM ഹസൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ UDF യോഗത്തിൽ ചർച്ച ചെയ്തെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഏപ്രിൽ മാസത്തിൽ സർക്കാരിന്റെ നിസ്സംഗതയും സർക്കാരിന്റെ നിഷ്ക്രിയത്വവും മൂലം കേരളത്തിലുണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും UDF കൺവീനർ പറഞ്ഞു. മുന്നണിയിലുള്ളവർക്ക് അത്തരം ആശങ്കകളില്ല. PV അൻവർ UDFുമായി സഹകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാകും മുന്നണി വിപുലീകരിക്കണമെന്ന തോന്നലുണ്ടാകുന്നതെന്നും MM ഹസൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ UDFിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടോ? ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരായ സമരം ഉൾപ്പെടെയുള്ളതാണല്ലോ. കൃഷ്ണ, ഇന്ന് ഈ യോഗം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിലെ ചില പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള അപസ്വരങ്ങളൊക്കെ യോഗത്തിൽ ചർച്ചയായി വരും എന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDFിൽ ചർച്ച ചെയ്യുന്നൊരു പതിവില്ല എന്നായിരുന്നു MM ഹസൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മറ്റൊന്ന്, വരും ദിവസങ്ങളിൽ UDF നടത്താൻ ഉദ്ദേശിക്കുന്ന സമര പരിപാടികൾ, അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരുകൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി UDF മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഈ മാർച്ച് 5-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു ഏകദിന ഉപവാസത്തോടെയാണ് തുടക്കമാകുക. സംസ്ഥാനത്ത് ക്രൈം റേറ്റ് വർദ്ധിച്ചു വരുന്നു. ഈ സർക്കാർ നിലവിൽ വന്നതിന് പിന്നാലെ കേരളം ഒരു ലഹരി പറുദീസയായി മാറിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ നിസ്സംഗത പാലിക്കുകയാണ് ആ വിഷയത്തിൽ. അത് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യത്തെ പ്രതിഷേധം. അതിനുശേഷം ഏപ്രിൽ 4-ാം തീയതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ രാപ്പകൽ സമരമുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടാണ്. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചതിന് മാർച്ച് 13-ാം തീയതി ഒരു പ്രതിഷേധം. ഏപ്രിൽ 21 മുതൽ 30-ാം തീയതി വരെ തീരദേശ ജാഥ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ നടത്തുന്നുണ്ട്. തീരദേശത്തെ കടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ആ ജാഥയിൽ ഉന്നയിക്കുക. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. തീരദേശത്തെയും അതോടൊപ്പം തന്നെ ഈ വനമേഖലയിലെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് LDFുമായി സഹകരിച്ച ഒരു പ്രതിഷേധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്ന് നിലവിൽ UDF പിന്നോട്ട് പോവുകയാണ്. LDFും CPMുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തങ്ങളില്ല എന്നവർ പറയുന്നു. പ്രത്യേകിച്ച് ഈ രണ്ട് വിഷയങ്ങളിലും CPM ഒരു ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നുണ്ട്. ഒരു വശത്ത് CPM BJPക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അവരുമായി സന്ധി ചെയ്യുന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് CPMും LDFുമായി യോജിച്ചുള്ള ഒരു സമരത്തിന് തങ്ങളില്ല. തങ്ങളുടേതായ നിലയ്ക്ക് ഒറ്റയ്ക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ UDF യോഗത്തിന്റെ ആകെത്തുകയുണ്ടായ ഒരു വിലയിരുത്തൽ. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.